ഹലോ, ഇത് എന്നെ സംബന്ധിച്ച് അത്ര സന്തോഷകരമല്ലാത്ത ഒരു ടോപ്പിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ കണ്ട് കുറച്ച് പേർക്കെങ്കിലും ഒരു ഒന്നോ രണ്ടോ പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴത്തെ കാലം നമുക്കറിയാം, ഡിജിറ്റൽ സ്കാം എന്നും ഡിജിറ്റൽ അറസ്റ്റ് എന്നും പിന്നെ പണത്തട്ടിപ്പെന്നും ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പെന്നൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. കുറേ പേര് നമ്മളെ അവെയറാക്കുന്നുണ്ട്, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും കേട്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. പക്ഷേ സ്വന്തം അനുഭവത്തിൽ അത് വരുമ്പോൾ, ആ അനുഭവം വന്ന ഒരാളത് ഷെയർ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ ഇഫക്റ്റീവ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എനിക്കുണ്ടായ അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് വഴിയാണ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് തന്നെയല്ല, ഡെബിറ്റ് കാർഡും പല ആപ്പുകൾ വഴിയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇത് സംഭവിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ വഴിയാണ്. അപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. അത് കേട്ടതിന് ശേഷം ഒന്ന് കോഷ്യസ് ആവുക കേട്ടോ. അപ്പോൾ ശരിക്കും ഞാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരാളാണ്. 3 ക്രെഡിറ്റ് കാർഡാണ് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഒന്ന് SBIയുടെ ക്രെഡിറ്റ് കാർഡ്, ഒന്ന് HDFCയുടെ, ഒന്ന് RBL ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡാണ്. ഇത് 3ഉം ഞാൻ മാറി മാറി ഉപയോഗിക്കാറുണ്ട്. കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്ന ആളും കൂടെയാട്ടോ. അപ്പോൾ കൃത്യമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവം തുടങ്ങുന്നത് ഈ 16-ാം തീയതിയാണ്, ഏപ്രിൽ 16-നാണ്. ഒരു 11 മണിയോടെ എൻ്റെ മൊബൈലിൽ ഒരു OTP വന്നു. ഈ OTP വന്നിരിക്കുന്നത് ബിഗ് ട്രീ എന്നൊരു സൈറ്റിൽ. അവിടെ നിന്നും ആരോ ഒരു 25,000 രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ OTP വന്നിരിക്കുന്നത്. അപ്പം ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നി സാരമില്ല, എന്തെങ്കിലും സ്പാം ആയിരിക്കും. കാരണം എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ OTP കൊടുത്താലല്ലേ അത് വാങ്ങാൻ പറ്റുള്ളൂ. ഞാനത് ഷെയർ ചെയ്തില്ല, ഞാനങ്ങ് മാറ്റി വെച്ചു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. തൊട്ടടുത്ത് ഒരു 5 മിനിറ്റിനകത്ത് അടുത്ത മെസ്സേജും അടുത്ത OTPയും എൻ്റെ മൊബൈലിലേക്ക് തന്നെ വരുന്നു. അതായത് ബുക്ക് മൈ ഷോ എന്നൊരു സൈറ്റിൽ നിന്ന് 25,000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്യാനുള്ളൊരു OTP. അപ്പോഴും ഞാൻ വിചാരിച്ചു, എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഞാൻ OTP ഷെയർ ചെയ്യുന്നില്ല, പോട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് വളരെ മൈൽഡായിട്ട് എടുത്തു, കാര്യമാക്കിയില്ല. എന്തായാലും OTP എൻ്റെ കയ്യിലാണല്ലോ, അത് പോയില്ലെന്ന് വെച്ചിട്ട്. ശരിക്കും ഈ 2 OTP വന്നിരിക്കുന്നത് RBL ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് എന്നാട്ടോ. അപ്പോൾ തൊട്ടു പുറകെ RBL ബാങ്കിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വന്നു, സസ്പീഷ്യസ് ട്രാൻസാക്ഷൻസ് കാരണം എൻ്റെ ക്രെഡിറ്റ് കാർഡ് താൽക്കാലികമായിട്ട്, അതായത് ടെമ്പററിലി അവർ ബ്ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊന്ന് കോഷ്യസായി, എന്തോ സംഭവിക്കണമെന്ന് തോന്നിയിട്ടോ. അപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ആദ്യം വന്ന 2 OTP വന്നല്ലോ, ഇതിൻ്റെ കാശ് എൻ്റെ ഒന്നും പോയിട്ടുണ്ടാവില്ല, എൻ്റെ കാശ് സേഫാണ്, അവരത് ബ്ലോക്ക് ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ SBI കാർഡിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നു, ഒരു സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ കാരണം അവരെൻ്റെ കാർഡ് ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് HDFC നിന്നും എനിക്കൊരു വോയിസ് മെസ്സേജ് വന്നിരിക്കുന്നു. അവിടെയും ആരോ ട്രാൻസാക്ഷൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ 2 കാർഡും അവരപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ശരി, എൻ്റെ പൈസ എല്ലാം സേഫാണ്, RBL ബാങ്കിൽ നിന്നും പൈസ ഒന്നും പോയിട്ടില്ല എന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാനിത് സൈബർ പോലീസിൽ വിളിച്ചൊന്ന് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ആ ഫോണുമായിട്ട് ഇങ്ങോട്ട് വാ, ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഇത് കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇതിലെന്തെങ്കിലും ഷെയറിങ്ങോ എന്തെങ്കിലും നടന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അന്ന് രാത്രി തന്നെ ഞാനും മോനും കൂടെ ഈ മൊബൈൽ ഫോൺ കൊണ്ട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കേരള സൈബർ പോലീസിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് പോകുന്നത്. പക്ഷേ വളരെ ഡീസൻ്റായിട്ട് അവർ എന്തൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളോ എല്ലാം വാം വെൽക്കം ആയിരുന്നു കേട്ടോ. ശരിക്കും എല്ലാം മനസ്സിലാക്കി നമ്മുടെ മൊബൈൽ ഫോൺ വാങ്ങി മൊത്തം അവർ ചെക്ക് ചെയ്തിട്ട് അവർ എന്താ പറയുക, ആപ്പ് സ്കാനർ എന്തോ ഉപയോഗിച്ചിട്ട് മൊത്തം ആപ്പ് സ്കാൻ ചെയ്ത് നോക്കി. മൊത്തം ആപ്സ് സ്കാൻ ചെയ്യുമ്പോൾ ഏതോ ഒരു ആപ്പ് അതിൽ മാൽവെയറായിട്ട് കണ്ടു, DMart അങ്ങനത്തെ ഒരു ആപ്പ്. അതവർ റിമൂവ് ചെയ്തിട്ട് പറഞ്ഞു, ഇനി പ്രശ്നമൊന്നുമില്ല, പൊയ്ക്കോ, എന്തായാലും ക്യാഷൊക്കെ സേഫ് അല്ലേ, പോയിട്ട് കാർഡൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കെന്ന് പറഞ്ഞു. അപ്പം ഓൾറെഡി ഇവർ 3 പേരും ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ കാരണം ഞാനത് ബ്ലോക്ക് ചെയ്തിരുന്നില്ല. തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഒന്നും കൂടെ ഞാൻ ഈ RBL ബാങ്കിൻ്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചു, എന്താ സംഭവിച്ചിരിക്കണം എന്നറിയാൻ വേണ്ടി, ഏത് ടൈമിലാണ്, എവിടെ നിന്നാണ് ഇത് വന്നതെന്ന് വെച്ചിട്ട്. അപ്പം അവർ പറയുന്നു, ഓൾറെഡി 2 ട്രാൻസാക്ഷൻസ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടുണ്ട്. അതായത് 25 വെച്ചിട്ട് ഈ ബിഗ് ട്രീ നിന്നും ബുക്ക് മൈ ഷോയിൽ നിന്നും 25,000 രൂപ വെച്ച് പോയിട്ടുണ്ട് ഈ RBL ബാങ്കിൽ നിന്ന്. അപ്പോൾ 2 ഈ ഒരുപോലെ പോയതിന് ശേഷം 3ാമത് ഒരിക്കൽ കൂടി 25,000 ട്രൈ ചെയ്തപ്പോഴാണ് അവരത് ബ്ലോക്ക് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 50,000 രൂപ എനിക്ക് നഷ്ടമായി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇതുമായിട്ട് സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയി. അപ്പോൾ അവർ പറഞ്ഞത് എന്താണ്, മൊബൈൽ ക്ലോണിങ് എന്നൊരു പരിപാടി ഉണ്ട് അത്രേ. ഞാനും ആദ്യമായിട്ട് കേൾക്കാട്ടോ, ഇതിലെ ടെക്നിക്കൽ സൈഡൊന്നും എനിക്ക് അധികം അറിയില്ല, എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മൊബൈൽ ക്ലോണിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അൺവാണ്ടഡ് ലിങ്ക്, കുറേ ലിങ്കുകൾ നമ്മുടെ ഫോണിലേക്ക് വരാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. ഈ അൺവാണ്ടഡ് ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്താലോ, ഏതെങ്കിലും ആപ്പുകൾ, അറിയാത്ത ആപ്പുകൾ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്താലോ നമ്മുടെ ഫോണിൻ്റെ ഫുൾ ആക്സസ് അവർക്ക് കിട്ടുമെന്നാണ് പറയുന്നത്.
ഈ സ്കാമേഴ്സിന് അല്ലെങ്കിൽ ഈ ഫ്രോഡ്സിന് ഇത് മൊത്തമായിട്ട് ആക്സസ് കിട്ടും. നമ്മുടെ ഫോണിലേക്ക് എന്ത് വരുന്നോ അത് അവർക്ക് കിട്ടും. ഇവനൊരു കോൾ വന്നാൽ, ഒരു മെസ്സേജ് വന്നാൽ, ഒരു OTP വന്നാൽ ഇതെല്ലാം അവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ കുറേ പേരിനോട് ചോദിച്ചാണ്, നിങ്ങൾ OTP കൊടുക്കാതെ എങ്ങനെ ഇത് പർച്ചേസ് ചെയ്തു? ഇതാണ് സംഭവം. ക്ലോണിങ്ങോ മിററിങ്ങോ അങ്ങനത്തെ കുറേ ടേംസ് അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കാശ് പോയിരിക്കുന്നത്. അപ്പം ആക്ച്വലി ഇൻ ഇഫക്റ്റ് എനിക്ക് നഷ്ടമായിരിക്കുന്നത് 50,000 രൂപയാണ്. അപ്പോൾ ഞാനിത് അപ്പോൾ തന്നെ വിളിച്ച് RBL ബാങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്തു. സൈബർ പോലീസിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു. അപ്പോൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ കുറേ ഫോർമാലിറ്റീസൊക്കെ പറഞ്ഞു. അത് ചെയ്യണം, ഇത് ചെയ്യണം, നിങ്ങൾ സൈബർ പോലീസിൽ പോകണം, അത് കഴിഞ്ഞിട്ട് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ ഞാൻ ചെയ്തതിന് ശേഷം അടുത്ത ദിവസം RBL ബാങ്കിൽ നിന്ന് എനിക്ക് വിളി വന്നു. അവിടുന്ന് കസ്റ്റമർ കെയർ നല്ല ഒരു എക്സിക്യൂട്ടീവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സംഭവം 50,000 പർച്ചേസിങ് വന്നിട്ടുണ്ട്, പക്ഷെ അത് നിങ്ങൾ ഷെയർ ചെയ്ത അല്ലെങ്കിൽ ഞാൻ കൊടുത്ത OTP കൊണ്ടാണ് ഇത് പോയിരിക്കുന്നത്. അപ്പോൾ അവർക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പർച്ചേസിങ് നടന്നത് കാരണം ഗിഫ്റ്റ് കാർഡായിട്ടാണ് എൻ്റെ എമൗണ്ട് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പർച്ചേസ് ചെയ്തത് കാരണം അത് അവർക്ക് തിരിച്ച് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാക്കി ഫോർമാലിറ്റീസൊക്കെ ചെയ്തു വെച്ചു. ഞാൻ പറഞ്ഞു സൈബർ പോലീസ് സ്റ്റേഷൻ, അത് കഴിഞ്ഞ് നമ്മുടെ ലോക്കൽ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെയും ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അവരും പറഞ്ഞത് തന്നെയാണ്, ഈ OTP വെച്ച് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം എനിക്ക് സംഭവിച്ചിരിക്കുന്നത് അവർ പറഞ്ഞതാണ്, ഏതെങ്കിലും അൺവാണ്ടഡ് ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ്. ഇല്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഏത് ലിങ്കാണ് ക്ലിക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം കുറേ ലിങ്കും കാര്യങ്ങളും ഞാൻ ഈ എന്താ പറയുക വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴോ അങ്ങനത്തെ ചെയ്യുമ്പോഴോ നമ്മൾ കുറേ ആപ്സ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അവിടുന്ന് ഇത്ര ലോൺ വരുന്നുണ്ട്, ഇവിടെ ഇത്ര ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്, ഇവിടുന്ന് ക്രെഡിറ്റ് കാർഡ് വരുന്നുണ്ട്, ഇങ്ങനെ കുറേ മെസ്സേജസ് വരുമല്ലോ നമ്മുടെ ഫോണിൽ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പോൾ ചിലരെങ്കിലും ഇത് ചോദിക്കും, നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ പോയത്? ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ പോയിട്ടുള്ളൂ. ഞാൻ അന്ന് രാത്രി ഇരുന്നിട്ട് മൊത്തം 3 ക്രെഡിറ്റ് കാർഡും ഒന്നും കൂടെ പെർമനൻ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തു. അതിനുശേഷം എൻ്റെ HDFC ബാങ്ക് അക്കൗണ്ട്, SBI അക്കൗണ്ട് എല്ലാം ഞാൻ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്ത് ഡെബിറ്റ് കാർഡും ഒക്കെ ബ്ലോക്ക് ചെയ്തു. പക്ഷേ അതിന് ശേഷവും ഞാൻ വീട്ടിലേക്ക് വന്നതിന് ശേഷം പല സൈറ്റുകളിൽ നിന്നായിട്ട് OTP എൻ്റെ മൊബൈലിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് എനിക്ക് തോന്നേ ആ 2 ദിവസം കൊണ്ട് ഒരു 45ഓളം OTP ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത പല സൈറ്റുകളിൽ നിന്ന്, ടാറ്റ, 1MG, മെയിനായിട്ട് വന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും കേട്ടോ. എനിക്ക് തോന്നുന്നേ നമ്മുടെ ഫോൺ ആക്സസ് അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമല്ലോ. ഈ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ കാർഡ് ഡീറ്റെയിൽസ് സേവ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവിടെ. അപ്പോൾ ഇതിൽ നിന്നായിരിക്കാം ഇവർ ഈ സ്കാമേഴ്സ് കാർഡ് ഡീറ്റെയിൽസ് ഫുൾ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം അത്തരം കാര്യങ്ങളിൽ ശരിക്കും കോഷ്യസ് ആവുക എന്ന് നിങ്ങളെനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനെന്തായാലും വെയിറ്റിംഗ് ആണ്. ഈ കാശ് തിരികെ കിട്ടുന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. തീരെയും ഞാൻ തള്ളേണ്ടി വന്നു. RBL ബാങ്കിൻ്റെ എക്സിക്യൂട്ടീവ് വിളിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. പുള്ളി എന്താ പറയുകയെന്ന് വെച്ചാൽ, ഞാൻ കൊടുത്ത OTP ഞാൻ ഷെയർ ചെയ്ത കാരണം, അല്ലെ എൻ്റെ ഫോണിൽ വന്ന OTP ഷെയർ ചെയ്തത് കൊണ്ടാണ് കാശ് പോയിരിക്കുന്നത്. അങ്ങനെ 50,000 രൂപ പോയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ 50,000 രൂപ അടച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം നിയമപരമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ OTPയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പൈസ ഞാൻ അടച്ചേ പറ്റുന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നും, നിങ്ങൾ ഈ ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാനുള്ള ഈ പ്രശ്നമുണ്ടോ? പക്ഷേ ഡെബിറ്റ് കാർഡിൻ്റെ കാര്യത്തിലും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു, ആധാർ കാർഡിൻ്റെ അപ്ഡേഷനാണ്, ആധാർ കാർഡിൻ്റെ അപ്ഡേഷനുള്ള OTP ആണ്, ഈ OTP ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ആ പുള്ളിക്കാരൻ അപ്പോൾ തന്നെ OTP ഷെയർ ചെയ്ത് കൊടുത്തു. ഒരു 80,000 രൂപ പോയി, 80,000 റുപ്പീസ് അപ്പം തന്നെ അക്കൗണ്ടിൽ നിന്ന് പോയി. അത് അറിയുന്ന പിന്നെയാണ്. തൊട്ടുപുറകെ വേറൊരു മെസ്സേജ് വന്നു, ഒന്നും കൂടെ അപ്ഡേഷന് ഒരു OTPയും കൂടി ഉണ്ട്, അതും കൂടെ അയക്കണം പറഞ്ഞു. അതും അയച്ചു കൊടുത്തു. അപ്പോഴും പോയി 50,000 രൂപ. അങ്ങനെ 1,30,000 രൂപ. അത് യോനോ ആപ്പ് വഴിയൊക്കെ അങ്ങനെ എന്താ പോയിരിക്കുന്നത് എന്നാൽ ഞാൻ പറഞ്ഞു കേട്ടെ. അതും റിയലായിട്ട് സംഭവിച്ച കാര്യം. അങ്ങനെ ഒരു 1,30,000 രൂപ പുള്ളിക്ക് നഷ്ടമായി കിട്ടും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും പല ഭാഗത്തും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിനു മുമ്പ് 1-2 ചെറിയ കാര്യങ്ങൾ എനിക്ക് പറ്റി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുള്ളായെന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ സംഭവം 50,000 ഒക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു എമൗണ്ട് ആട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർ ഇങ്ങനെ വരുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക. വരുന്ന OTP ഷെയർ ചെയ്യില്ല, നമ്മളെന്തായാലും OTP ഷെയർ ചെയ്യില്ല. ഇൻ കേസ് വന്നാൽ ആരുമായിട്ടും ഷെയർ ചെയ്യാണ്ടിരിക്കുക. കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതൊന്ന് ഓവർകം ചെയ്യാൻ പറ്റിയെങ്കിൽ, കാശ് തിരികെ കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയാമെങ്കിൽ, ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ അധികം വശങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റായിട്ട് നിങ്ങളിതിൽ രേഖപ്പെടുത്തു കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ.
അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ.